ചെറിയ ചെറിയ വൈരാഗ്യങ്ങൾ നാം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ അത് വലിയ ആപത്തുകൾ ക്ഷണിച്ചു വരുത്തുവാൻ കാരണമായേക്കാം. ഭവനത്തിനകത്തുണ്ടാകുന്ന ചില സ്വരച്ചേർച്ചകൾ, വാഗ്വാദങ്ങൾ, പിണക്കങ്ങൾ, കോപങ്ങൾ, പിന്നത്തേത് ബന്ധങ്ങൾ മുറിഞ്ഞു പോകത്തക്ക വിധത്തിൽ ചെന്നവസാനിക്കുന്നു. നാം ചെറുതെന്ന് കരുതുന്ന കാര്യങ്ങൾ വലിയ വിനാശത്തിന് ഹേതുവായി തീർന്നല്ലോ എന്ന് പിന്നത്തേതിലാണ് പലരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് തിരുവചനം ചെറുതെന്ന് തോന്നുന്നവയെ നിസാരവൽക്കരിക്കരുതെന്ന് പറയുന്നത്. ഉത്തമഗീതം 2-ാം അധ്യായം 15-ാം വാക്യം, മുന്തിരിവള്ളി നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാർ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം, കുറഞ്ഞ തീ വലിയ കാട് കത്തിക്കുന്നു. നമ്മിലെ സൗന്ദര്യപ്പിണക്കങ്ങൾ, കൊച്ചു കൊച്ചു വൈരാഗ്യങ്ങൾ വലിയ തകർച്ചയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചു എന്ന് വന്നേക്കാം. കയീന് തൻ്റെ സഹോദരനായ ഹാബേലിനോട് കോപമുണ്ടായതും പിന്നത്തേതിൽ ഒരു കൊലപാതകിയായി താൻ മാറിയതും ഒരു ദിവസത്തെ പ്രശ്നം മാത്രമല്ലായിരിക്കണം. കയീൻ ഹാബേലിനോട് ചെറിയ വൈരാഗ്യങ്ങൾ വെച്ച് പുലർത്തിയിട്ടുണ്ടാകണം. അത് മനസ്സിൽ വെച്ച് നടന്നത് നിമിത്തം ഒടുവിൽ ഗൗരവമായ വിഷയത്തിനു മുമ്പിൽ അവനൊരു കൊലപാതകിയായി മാറി. തിരുവചനം പറയുന്നു, 37-ാം സങ്കീർത്തനം 8-ാം വാക്യം, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. ചെറിയ കോപങ്ങളും വൈരാഗ്യങ്ങളും നമ്മിൽ വരുമ്പോൾ അതിനെ മുളയിലെ നുള്ളിക്കളയുവാനിടയാകണം. നാം ജഡത്തിൽ വസിക്കുന്നിടത്തോളം മറ്റുള്ളവരോട് കോപങ്ങളും വൈരാഗ്യങ്ങളും വരുവാനുള്ള സാധ്യതകളുണ്ടാകാം. എന്നാൽ നാം അത് കൊണ്ട് നടക്കരുത്. എഫെസർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യം, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കോപവും വൈരാഗ്യവും നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ കയ്പിൻ്റെയും നീരസത്തിൻ്റെയും അപകട സാധ്യതകളെ നാം ക്ഷണിച്ചു വരുത്തുകയാണ്. അത് പിശാചിന് നമ്മിൽ കാലുറപ്പിക്കുവാൻ നാം അവസരമൊരുക്കി കൊടുക്കുകയാണെന്ന് ഓർക്കുക. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വളരെ ഗൗരവമായി തന്നെ പ്രബോധിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. എഫെസർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 31-ാമത്തെ വാക്യം, എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഡിയർ ഫ്രണ്ട്സ്, ചെറിയ ചെറിയ വൈരാഗ്യങ്ങൾ പോലും വിട്ടുകളക. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.